നീ ചെയ്ത് ഈ പിച്ചാത്തി വെച്ചിട്ട് പഴത്തിന് ഒരു ഇക്ലിയാന്ന് വിറ്റിട്ട്. ഹലോ ഗായ്സ്, അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ ചലഞ്ച് എന്താണെന്ന് വെച്ചാല് എന്താടി, കയ്യില് പ്ലാസ്റ്റർ വെച്ച് ഇങ്ങനെ മുറുക്കി കെട്ടു, ടൈറ്റ് ആക്കി വെക്കും, ഒട്ടിക്കും. എന്നിട്ട് ആ കൈ കൊണ്ട് മുത്ത് തന്നെ കുറച്ച് പാത്രമേ ഉള്ളൂ, ആ കുറച്ച് പാത്രങ്ങൾ കഴുകണം, ക്ലീൻ ചെയ്യണം. കുറച്ച് പാത്രങ്ങളേ ഉള്ളൂ. അത് 1 2 3 4 5 5 സാധനങ്ങളേ ഉള്ളൂ കഴുകാൻ വേണ്ടിട്ട്. കൈകിട്ടിട്ട് എങ്ങനെ കഴുകുന്നത്? അതെങ്ങനെങ്കിലും കഴുകണം. കൈകിട്ട് പിന്നെ നീ കഴുകിക്കൊണ്ടി വരില്ല. ഇല്ല, നീ മര്യാദക്ക് കഴിക്കണം. അതാണ് ഇന്നത്തെ ചലഞ്ചിലോട്ട് പോകാം ഗൈസ്. അവിടെ പ്ലാസ്റ്റർ എടുക്കാൻ പോയിട്ട് പുതിയ ഐഡിയ കൊണ്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ എന്റെ വായിക്കാത്ത പ്ലാസ്റ്റർ അടിക്കണം, ഇപ്പൊ കയ്യിലും പ്ലാസ്റ്റർ അടിക്കണം. കെട്ടി കഴിഞ്ഞ ദിവസം കൊടുത്തതിന്റെ റിവെഞ്ച് ഒന്നുമല്ല. ഞാൻ അപ്പോർത്തു വായിക്കകത്ത് മിണ്ടാനും പാടില്ലല്ലോ, വായിക്കകത്ത് പ്ലാസ്റ്റർ പൊട്ടിച്ചിട്ട് തോർത്ത് വെച്ചിട്ട് കെട്ടിയിട്ട്. അതൊന്നുമല്ല, പിന്നെ ഞാൻ ഇവിടെ കെട്ടിക്കോട്ട് സ്കൂളിൽ കൊണ്ടുപോയായിരുന്നു. എന്നിട്ട് അവിടെ പോയി മൊത്തത്തിൽ നാണം കെട്ട എന്റെ പ്രതികാരമാണ്. അത് ഞാൻ ആ കൊച്ചിന്റെ അമ്മയോട് നെക്സ്റ്റ് ഡേയിൽ പറഞ്ഞു കേട്ടോ. എനിക്ക് ചെറിയ പല്ലുവേദനയും ഉണ്ടായിരുന്നു, അനുഭവത്തിൽ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടും കൂടെ ആയിരുന്നു. പക്ഷേ മുത്തിന്റെ മീശ ഉള്ളത് കൊണ്ട് ഇത് ഒട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ എന്താ എടുത്ത് നമുക്ക് തോർത്ത് കൂടെ വെക്കാം. എന്നിട്ട് എന്തോ എടുക്കണം അറിയാവോ, മുത്ത് പാത്രം കഴിഞ്ഞിട്ട് മുത്ത് പ്ലാസ്റ്റർ കൈയിട്ട് അടിച്ചിട്ട് മുത്ത് തന്നെ ഇത് ഊരിയെടുക്കും. ശ്വാസം മുട്ടുന്നുണ്ടോ? ഇല്ല. ഇപ്പൊ ശരിയായോ? ഇങ്ങനെ നല്ല നോട്ടതോ. ഇതാണ് നല്ലത്. ശ്വാസം മുട്ടോ? ടൈറ്റ് ആണോ? ടൈറ്റ് ഉണ്ടോ? ശ്വാസം കിട്ടുന്നുണ്ടോ? ഒന്നുകൂടെ മുറുക്കണം. മൂക്കിന്റെ അവിടെ നിർത്തിവിട്. ഓക്കെ, ഇത് മതി. ശ്വാസം കിട്ടുന്നുണ്ടോ? അപ്പൊ ഗൈസ്, അയ്യോ ശരി, ഇത് ക്യാമറ ഇവിടെ താത്തു വെക്കട്ടെ ഗൈസ്. ചൂടി കുക്കറിന്റെ മണ്ടയ്ക്ക് വെക്കല്ലേ. ഞാൻ ഞങ്ങളിപ്പോ വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോ ഞങ്ങൾക്ക് ഒരു കൊറിയർ വന്നു. ഇതെന്തോ ഈ പ്ലാസ്റ്റർ കൊളവായി. ചെവി വെട്ടാനോ? ഞാൻ ചെവിയെ കൂടെ കേട്ട് വെച്ചത്. ഇത് താന്ന് പോകല്ലേ, ടൈറ്റ് ആല്. ഇത് ശരിക്കുള്ള കോട്ടൺ ടോപ്പല്ല തോന്നുന്നു. നമ്മുടെ കൈ കാണിക്ക, കൈ അടുത്ത് പിടിക്കാം. ഇവിടെ മേളില്ല, ഇവിടോ മേൽ. ഓക്കെ, കണ്ട ഇതാണ് കാണുന്നുണ്ടോ? ഇങ്ങനെ ചെറിയ ഇതാണ്. ഇപ്പൊ നമുക്ക് ഇനി പാത്രം കഴുകാൻ തുടങ്ങിയാലോ? 5 പാത്രങ്ങളേ ഉള്ളൂ, അത് മുത്ത് കഴുകണം. ലൂസ് ആവുന്നുണ്ടോ? അത് ആ ചെവിയെ കൂടെ വെച്ച് കെട്ടിയാ ശരിയാവും. ഞാൻ അതല്ലേ അങ്ങനെ വെച്ചു. ഗ്രേസ്, അത് ലൂസായി പോയി, ഒന്ന് കെട്ടട്ടെ. ഇത് ഈ തോർത്ത് നമ്മുടെ നാട്ടില് ശരിക്കുള്ള കോട്ടൺ തോർത്തല്ല. ഇതാണ് മെയിൻ പ്രശ്നം. നീ എന്താ തല പൊക്കുന്നേ? അപ്പൊ മുത്ത് സ്റ്റാർട്ട് ചെയ്തോളൂ. എന്താ സോപ്പൊക്കെ എടുക്കണം. ആ സോപ്പിന്റെ ഡപ്പ ഇച്ചിരി വേണേ ഇങ്ങോട്ട് നീക്കി വെക്കാം, അപ്പൊ എളുപ്പല്ലേ ചെയ്യാന്.
നീ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടല്ലോ. ഇതും നല്ല വൃത്തിക്ക് കഴിയണം. ഇതെന്തോ കാണിക്കണേ? സെന്ററിലോട്ട് അങ്ങനെ ഇത് പതയൊന്നും വരുന്നില്ലല്ലോ. നല്ല പതപ്പിച്ച് കഴുകു. ഇത് പത വരുന്നില്ല ഗൈസ്, പത വരുന്നില്ല. നല്ലതായിട്ട് സോപ്പ് എടുത്ത്, ഇത് അത് സോപ്പില്ല, അതാ നല്ലതായിട്ട് സോപ്പ് കുറച്ചെടുത്ത് നല്ല പതപ്പിച്ച് ആ വെള്ളത്തിലോട്ട് സ്ക്രബ് വെക്ക് കുറച്ച്. എന്നിട്ട് ഇനി പതപ്പിച്ച് കഴിയും. മുത്ത് അല്ലെങ്കിൽ തന്നെ ഇവിടെ പാത്രം കഴുകാറില്ല. ഇനി ചലഞ്ചിന്റെ പേരിലെങ്കിലും മുത്ത് പാത്രം കഴുകട്ടെ. ഇത് വൃത്തിയാകുന്നുണ്ടോന്ന് എനിക്ക് സംശയമാണ്. ഇന്ന് കയ്യിലെ കെട്ടയച്ചതിന്റെ ബാക്കി സത്യത്തിൽ മുത്തനെ നല്ലതായിട്ട് കഴിയണം. പൊറോഷൻ കഴിയുന്നില്ലേ? പൊറോഷൻ ഇത് മുത്ത് ചെയ്യുന്ന മുത്ത് ഇത് ചെയ്യുന്നതാണ്. എനിക്കൂടി ഇത് ഒന്ന് ചെയ്താലോ. ഒന്ന് കഴി വൃത്തിയാക്ക്. അപ്പൊ വെള്ളം ഒഴിച്ച് കഴി വൃത്തിയാ. എന്നിട്ട് ഈ സോപ്പിന്റെ അകത്തോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച പാത്രങ്ങളാട്ടോ. ആ സോപ്പ് പിന്നെ അതിന്റെ അകത്തോട്ട് വരുന്നു. മുത്തിനെ കഴുകി വെച്ചാണെങ്കിൽ ഇപ്പൊ നിന്നെ കൊണ്ട് ചലഞ്ച് ചെയ്യിപ്പിക്കാൻ പറ്റുമോ? മുത്ത് തിന്ന പാത്രം പോലും പണ്ട് കഴുകുമായിരുന്നു. ഇപ്പൊ തിന്ന പാത്രം പോലും കഴുകാത്ത ആളാ. അയ്യോ, പണ്ടാണെങ്കിൽ പാത്രങ്ങളൊക്കെ മുത്ത് കഴിക്കുന്ന പാത്രങ്ങൾ മുത്ത് കഴുകി വെച്ചിട്ട് പോയി. ഇപ്പൊ ആണെങ്കിൽ മുത്ത് കൊണ്ട് സിങ്കിലോട്ട് ഇട്ടിട്ട് അങ്ങ് പോകും. എന്തായാലും ഇത് എന്തോ പൈപ്പ് ചുമ്മാ തുറന്നിട്ടേക്കുവാണ്. വെള്ളം പാഴാക്കുക. നല്ലായിട്ട് അങ്ങോട്ട് തേച്ച് മെഴുക്ക് അങ്ങോട്ട്. എങ്ങനെയുണ്ട് മുത്ത് ഈ എക്സ്പീരിയൻസ്? എന്താ നീ ചെയ്ത പറയാനൊക്കെ ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടല്ലോ. പ്ലാസ്റ്റർ വാങ്ങി ഇളകിയെന്നാ തോന്നുന്നു. ഇങ്ങോട്ട് ഇറക്കുന്ന നോക്കിക്കേ. മുത്ത് പൈപ്പ് പറിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഓണർ വന്ന് ശരിയാക്കി. ആ സ്ക്രബ് ചക്കു വേണ്ട അടിക്കൂടെ. ചക്കു മുത്ത് ശരിക്കും പാത്രത്തിലെ അടിച്ചിരിക്കുന്നു. പാത്രത്തിന്റെ ക്ലീനേഴ്സ് കൂടെ നോക്കും. ആദ്യത്തേത് കുഴപ്പമില്ല കേട്ടോ. ഇല്ല രണ്ടാമത്തെ പിന്നെ വേസ്റ്റ് ഇരിക്കുന്നത്. രണ്ടാമത്തെ വേസ്റ്റ് ഉണ്ട് ഗൈസ്. അങ്ങനെ മുത്തിനെ കൊണ്ട് ആ ഒരു പ്ലേറ്റ് മൂന്നാമത്തെ വട്ടമാണ് കഴിക്കുന്നത്. കാരണം അകത്തേലെ വേസ്റ്റ് ശരിക്കും പോയില്ല. അതിന്റെ ഇടയ്ക്ക് ക്യാമറ ഓഫ് ആയിപ്പോയി. അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ കേൾക്കാഞ്ഞേ. ഇല്ല ഗൈസ് പോയിട്ടില്ല. ഇവിടെ ആ നോക്കട്ടെ. ഇപ്പൊ ഓക്കെ. മുത്തിന് പറ്റുമല്ലേ? അപ്പൊ ഇതെന്നും മുത്തിന് വായിക്കാതെ കുറച്ച് തുണിയായിട്ട് എന്താ എന്റെ അപ്പൂപ്പൻ. എടാ എന്റെ അപ്പൂപ്പനെ വിളിച്ചല്ലേ. പൈപ്പ് ഇത്ര കുറച്ചില്ല, വെള്ളമല്ല. എടുത്തെറിയാതെ നാളെ പുട്ടുണ്ടാക്കേണ്ട പാത്രമാ ഇതും. പുട്ടിന്റെ അടപ്പ്, പുട്ടച്ചില്ല എന്താ ഇതില്ലേ, ചിരട്ടപ്പുട്ടിന്റെ അടപ്പ് ശരിയായിട്ടുണ്ട്. എന്താ പിന്നെ എടുത്തെറിയാതെ. ഓക്കെ, ഇത് ഓക്കെ. എടുത്തെറിയല്ലേ, പെല്ല വെക്ക.
കറിയാൻ ഇഷ്ടാണ്. എനിക്ക് വേണ്ട, എനിക്കല്ലേ ഇപ്പൊ എല്ലാ ദിവസവും ചാലഞ്ചിങ്. വല്ല വെള്ളം ഇവിടെ വരെ തെറിക്കുന്നത്. വെള്ളം കഴുകുമുത്തു നോക്കട്ടെ. ഇതും ഓക്കെ. എടുത്തോണ്ട് വാ. മുത്ത് ഞാൻ എടുത്ത് കൊടുത്തിട്ട് വരട്ടെ ചക്കുന്റെ ബലൂൺ. ഒരു മിനിറ്റ് ഗൈസ്, ആ ചക്കുവിന്റെ ഒരു ബലൂൺ വീർപ്പിച്ചു കൊടുത്ത് അവിടെ പോയി. വരുവാ വരുവാ. ആ ഞാൻ വരുവാണ് ഗൈസ്. ഞാൻ ചക്കുവിന്റെ ബലൂൺ ഒന്ന് എടുത്ത് കൊടുത്തിട്ട് വരാം ഗൈസ്. എന്തായി എന്തായി ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ? ആ മുത്ത് പെല്ലേ വെള്ളം തെറിക്കുന്നു. നോക്കട്ടെ 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 ഗൈസ്. ആഹാ ഇതിന്റെ അകത്ത് നോക്ക്, ഫുള്ള് അഴുക്ക് പുട്ടിന്റെ. നോക്ക ഒന്നുകൂടെ കഴുകുക, നല്ലതായിട്ട് കഴുകുക. പുത്തിന് കിട്ടിയ അവസരം മുതലാക്കൂ. അതിന്റെ അടിയിൽ കൂടി ഇങ്ങനെ ആ സ്ക്രബ് വെച്ചിട്ട് ഇങ്ങനെ അരയ്ക്കണം. ഞാൻ എന്നും അങ്ങനെ അത് വൃത്തിയാക്കുന്നു. അതിനല്ല കൊള്ളാം. ഇത് നല്ല കളി എന്തായാലും. എന്ന് മുത്തിന് ഇങ്ങനത്തെ ഗെയിം കൊടുത്താലും നമുക്ക് ചാലഞ്ച് ആന്നും പറഞ്ഞിട്ട് പാത്രം കഴിപ്പിച്ചാലോ മുത്തിനെ കൊണ്ട്. ഓ കഴുക കഴുകി ഫുള്ള് കുത്തി. വലിച്ചെറിയാതെ സോപ്പ് എടുക്ക, സോപ്പ്. എന്നോ എന്തേലും പറയാൻ തോന്നുന്നുണ്ടോ? ഇവിടെ നീ പറയാൻ നല്ല ക്ലിയർ ആവുന്നുണ്ടല്ലോ. ഏ നല്ലതായിട്ട് കഴുക. അതിൻ്റെ അകത്ത് മഞ്ഞപ്പൊടി തിളപ്പിച്ചതാ, മഞ്ഞവെള്ളം തിളപ്പിച്ചതാ. അപ്പൊ അതേലൊക്കെ നല്ലതായിട്ട് കഴുക. അതുകൂടെ അതുകൂടല്ലേ ഉള്ളൂ. അതുകൂടെ കഴുകിയാൽ നീ ആരാകും? അതല്ലേ ഉള്ളു, തീർന്നു. ഇനി ഒന്നുമില്ല. ലാസ്റ്റ് ആണ് അതാ സ്ക്രബ് കള. അന്നെങ്കിൽ അത് പിന്നെ അതിലുള്ള സോപ്പ്. ആ അത് വെച്ചിട്ട് നീ കൈയും കൂടെ കയ്യിലെ കെട്ടൂരാ ശ്രമിക്ക്. നിന്റെ കൈ മുറിക്കല്ലേ മുത്തേ, കൈ മുറിക്കല്ലേ. അത് മുറിയത്തില്ല. അപ്പൊ ഇനി കൈ ഊരാ ശ്രമിക്ക എങ്ങനെയും. അത് ഊരി കൊടുക്കാൻ കയ്യല്ലേ. അത് ഊരിയ പിന്നെ വായില് ഊരാ എളുപ്പല്ലേ ഗൈസ്. പാവല്ലേ. നമുക്ക് എന്തായാലും പാത്രം എന്താ തന്നെ മുറിക്കാൻ പോകണോ? എന്നാ ഞാൻ മുറിച്ചു തരാം. കയ്യിലെ ഇത്രയും പാത്രം കഴുകിയതല്ലേ, അതുകൊണ്ട് കയ്യിലേക്ക് ഇട്ട് ഊരി ആ വെള്ളത്തിലോട്ട് വെക്കും. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു മുത്തു? ഇനി ഊര്. പാത്രങ്ങളെല്ലാം കഴുകി കേട്ടോ. കാരണം ഇത്രയും പാത്രങ്ങൾ മുത്ത് കഴുകിയത്. ഇത് ഇത്രയും. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ചലഞ്ച്? ആ പിച്ചാത്തി വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഈ പിച്ചാത്തി വെച്ചിട്ടുണ്ടെങ്കിൽ പഴത്തിന് ഒരു ഇക്കിളിയാന്ന് പിച്ചാത്തി. ഞാൻ കൈ ക്യാമറ പിടിച്ചിരുന്ന് ചിരിക്കുക. ഞാൻ ക്യാമറ കുരുക്കിക്കൊണ്ടിരിക്കുക. നിനക്ക്
എനിക്കെന്തോ നാളെ ഇവിടെ ഫുൾ പാത്രം കഴിക്കും. വൈകുന്നേരം പാത്രം കഴിക്കും. കൂടെ പാത്രം കാണും. അങ്ങനെ അങ്ങനെ എന്റെ ചലഞ്ച് കംപ്ലീറ്റ് ആയിരിക്കുന്നു ഗൈസ്. അങ്ങനെ എന്റെ ചലഞ്ച് കംപ്ലീറ്റ് ആയി ഗൈസ്. അപ്പൊ ഞങ്ങൾ ഇന്നത്തെ ചലഞ്ച് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സക്സസ് ആയിട്ട് ചെയ്തു. ഞാൻ അവർക്ക് മുത്തിന് കഴിയാൻ എത്ര ദിവസം 4-5 ദിവസത്തെ ചലഞ്ചിന് ശേഷം എനിക്കിട്ട് പഠിക്കും. അപ്പൊ ഞങ്ങൾ ഇന്നത്തെ ചലഞ്ച് ഇല്ല, നാളെ എന്തേലും മുത്തിന് പറ്റിയ ചലഞ്ച് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയൂ, നമ്മൾ ചെയ്യുന്നതായിരിക്കും. മുത്തിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. നാളെ തൊട്ട് ഫാമിലി വ്ളോഗ്. ഇനി നാളെ നമുക്ക് വേറെ വല്ല പരിയില്ല. ഇന്നും ചലഞ്ച് ആയ രസമില്ലല്ലോ. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നാളെ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വരാം. ബൈ.